Good morning, students. അടുത്ത question ഇതാണ്. Compute Fourier transform of the convolution of f of x and g of x, where f of x is equal to 1/2 in the interval 0 less than equal to x less than equal to pi, 0 otherwise, and g of x equal to pi/2 0 less than x less than pi, 0 x greater than pi. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് Fourier transform of the convolution of f of x and g of x. f of x ന്റെയും g of x ന്റെയും കൺവല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൺവല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫോർമുല എഴുതാം. ബൈ കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം അനുസരിച്ച് എന്താണ് ആ ഫോർമുല? Fourier transform of convolution of f and g. അത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? f star g. ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? Fourier transform of convolution of f and g. അപ്പോൾ Fourier transform of convolution f and g എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? f of f star g. അതിന്റെ ഫോർമുല എന്താണ്? root of 2pi then Fourier transform of f of x. f of x ന്റെ Fourier transform into Fourier transform of g of x. ഇതാണ് ഈ f of x ന്റെ Fourier transform g of x ന്റെ Fourier transform കണ്ടുപിടിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ √2π ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് Fourier transform of the convolution of f of x and g of x. ഇവിടെ നമുക്ക് ആദ്യം ഈ f of x എന്ന ഫംഗ്ഷന്റെ Fourier transform കണ്ടുപിടിക്കാം. Fourier transform കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? f of x. ഇവിടെ ആകുമ്പോൾ f of x ന്റെ അറിയാൻ വേണ്ടിയിട്ട് f of x നമ്മൾ എന്താണ് ഫോർമുല എഴുതുക? f of x ന്റെ ഫോർമുല എന്താണ്? 1/√2π integral -infinity to +infinity then f of x e raised to -isx dx. ഇതാണ് ഫോർമുല. Fourier transform f of x കാണാനുള്ള ഫോർമുല എന്താണ്? 1/√2π integral -infinity to +infinity f of x e raised to -isx dx. Okay. ഇനി ആ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/√2π ഇവിടെ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് -infinity, അപ്പർ ലിമിറ്റ് +infinity. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഇന്റർവൽ ഏതാണ്? 0 to π ലെ ഫംഗ്ഷന്റെ വാല്യൂ 1/2 ആണ്. In all other cases function value will be 0. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 0 to π ലെ ഫംഗ്ഷന്റെ വാല്യൂ 1/2 എഴുതാം. e raised to -isx dx. ബാക്കി എല്ലാ ഇന്റർവെല്ലിലും ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 0. അപ്പോൾ -infinity to +infinity എന്ന ഇന്റർവെല്ലിൽ റെഡ്യൂസ് ചെയ്ത് 0 to π ലേക്ക് വരും. 0 to π ൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അവിടെ നമ്മൾ 1/2 വരും. ഇനി അടുത്ത സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്താം? 1/2 നമ്മൾ പുറത്തേക്ക് എഴുതുന്നു. 1/2 into √2π. then ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to -isx by x ന്റെ കോഎഫിഷ്യന്റ് -s അല്ലെങ്കിൽ -isx ന്റെ ഡെറിവേറ്റീവ് താഴെ എഴുതുക അല്ലെങ്കിൽ x ന്റെ കോഎഫിഷ്യന്റ് താഴെ എഴുതുക. അപ്പോൾ -is that is 1/2 into 1/√2π into 1/-is into the limit എന്താണ്? 0 to π. ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to -is π -x ന് 0 കൊടുക്കുമ്പോഴോ 1. that is 1/2 into √2π into ഇവിടെ മൈനസ് കൊണ്ട് കൂടി ഇവിടെ മൈനസിന്റെ മൈനസ് കൊണ്ട് ഗുണിച്ചാൽ 1 - e raised to -is π divided by x. ഇതാണ് നമുക്ക് കിട്ടുന്ന Fourier transform of f of x. അപ്പോൾ Fourier transform of f of x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 into √2π. ഡിനോമിനേറ്ററിൽ is, ന്യൂമറേറ്ററിൽ 1 - e raised to -is π. അപ്പോൾ f of x എന്ന ഫംഗ്ഷന്റെ Fourier transform നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ g of x എന്ന ഫംഗ്ഷന്റെ Fourier transform കണ്ടുപിടിക്കണം. നമുക്ക് അത് അടുത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് ആവശ്യമുണ്ട്. ആ റിസൾട്ട് ഇവിടെ എഴുതി വെക്കാം. റിസൾട്ട് എന്താണ്? Fourier transform f of x നമ്മൾ എഴുതി വെക്കാം. ഇവിടെ 1/2 into √2π 1 - e raised to
മൈനസ് ഐ എസ് പൈ ബൈ ഐ എസ് നമ്മളിവിടെ എഴുതി വയ്ക്കുന്നു. നമുക്കത് ആവശ്യമുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇതെല്ലാവരും എഴുതിയെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഈ റിസൾട്ട് എല്ലാവരും എഴുതിയെടുക്കാം. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അതെല്ലാവരും എഴുതിയെടുക്കുക. അതിനുശേഷം നമുക്ക് ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോമും എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോമും കിട്ടിക്കഴിഞ്ഞാൽ കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് നെക്സ്റ്റ് റിസൾട്ടിലേക്ക് നമ്മുടെ ആൻസറിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തല്ലോ. ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് എല്ലാവരും എഴുതിയെടുത്തു. കാരണം ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ്. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് ജി ഓഫ് എസ്. ജി ഓഫ് എസ് ആണ് അല്ലെ? ജി ഓഫ് എസ്. ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. ക്യാപിറ്റൽ ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് നോക്കാം. ജി ഓഫ് എക്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ ഫോർമുല നമ്മൾ കൊടുക്കാൻ എന്താണ് ഫോർമുല? 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ഇ റേസ് ടു മൈനസ് ഐ ഐ എസ് എക്സ്. അടുത്ത എന്താണ്? 1 ബൈ റൂട്ട് ഓഫ് 2 പൈ. ഇവിടെ ജി ഓഫ് എക്സിന്റെ ഇന്റർവെൽ എന്താണ്? 0 to π ഫംഗ്ഷന്റെ വാല്യൂ π by 2 ആണ്. ഇൻ ഓൾ അതർ കേസസ് ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 0. 0 to π ഫംഗ്ഷന്റെ വാല്യൂ π by 2 ആണ്. ഇൻ ഓൾ അതർ കേസ് ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 0 to π ജി ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ π by 2 ആണ്. π by 2 into e raised to minus isx dx. നമുക്ക് ഇവിടെ എഴുതുമ്പോൾ 1 by root of 2 π into pi by 2. Pi by 2 പുറത്തേക്ക് എഴുതുന്നു. Then integrate ചെയ്യുമ്പോൾ e raised to minus isx by minus is. Lower limit 0, upper limit pi. That is pi divided by 2 into root of 2 pi 1 by minus is. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus is by minus 1. 0 കൊടുക്കുമ്പോൾ 1 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? pi by 2 into root of 2 pi into 1 by minus is e raised to minus is by minus 1. ഇത് നമുക്ക് മൈനസ് അകത്തോട്ട് കയറ്റുമ്പോൾ pi by 2 into root of 2 pi into 1 minus e raised to minus is by divided by is. മൈനസ് അകത്തോട്ട് കയറുമ്പോൾ ആ മൈനസ് 1 എന്നുള്ള പ്ലസ് 1 ആവും. e raised to minus is by എന്നുള്ള എന്തായിട്ട് മാറും? മൈനസ്. അപ്പോൾ 1 minus e raised to minus is by divided by is. അപ്പോൾ pi divided by 2 into root of 2 pi into 1 minus e raised to minus is by is. അപ്പോൾ നമ്മൾ രണ്ടാമത് ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചു. നേരത്തെ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഇനി രണ്ട് ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ ഇവിടെ കൊടുത്തതിന് റൂട്ട് ഓഫ് 2 പൈ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൺവല്യൂഷൻ ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. കൺവല്യൂഷൻ എഴുതിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം.
എഴുതിയെടുത്തില്ലേ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് എഴുതിയെടുത്തു. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടി, ജി ഓഫ് എക്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടി. അപ്പൊ രണ്ട് ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഒന്നാമത്തെ ആൻസർ എന്താണ്? 1/2 into root of 2pi into 1 minus e raised to minus is pi by ys. രണ്ടാമത്തെ g of x ന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? pi by 2 into root of 2pi into 1 minus e raised to minus is pi by ys. ഇനി നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ തിയറത്തിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് കിട്ടും. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് കേട്ടോ. ഇവിടെ വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കണം അല്ലെ? ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചും ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2pi into f of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? that is equal to 1/2 into root of 2pi into 1 minus e raised to is by is. അതാണ് f of x, ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് into അടുത്തതാണ് ഫോറിയർ ട്രാൻസ്ഫോം g of x. അതെന്താണ്? pi by 2 into root of 2pi into 1 minus e raised to minus is by divided by is. So fourier transform f of x എഴുതി, fourier transform g of x എഴുതി. ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇവിടെ റൂട്ട് ഓഫ് 2pi അല്ലേ? ഇവിടെ 2 into root of 2pi, ഇവിടെ 2 into root of 2pi. ഏതെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക്. ഇവിടെ ഈ റൂട്ട് ഓഫ് 2piയും ഈ റൂട്ട് ഓഫ് 2piയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഇവിടെ എന്തുണ്ടാവണേ? ഇനി ബാക്കി ഇവിടെ 1/2 1 minus e raised to minus is by is. ഇവിടെ റൂട്ട് ഓഫ് 2pi കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ 1/2 into 1 minus e raised to is by is into അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോൾ pi by 2 into root of 2pi ആണ്. അപ്പോൾ അതില് ഈ പൈയും റൂട്ട് ഓഫ് 2pi നമുക്ക് റൂട്ട് 2 into root pi എഴുതാം. അപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് വരും? ന്യൂമറേറ്ററിൽ നമുക്ക് അവിടെ പൈ അവിടെ നിൽക്കട്ടെ. pi divided by pi into 1 minus e raised to minus is by divided by is. ഇവിടെ ഒരു 2 root 2pi 2 root 2. ഇനി നമുക്ക് ഈ രണ്ടും ഗുണിച്ച് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? 1/4 അല്ലെ? 1/4 root 2pi വരും. ഈ 2 ഗുണിച്ച് കഴിയുമ്പോൾ 2 2 4 4 into root 2pi. ഇനി ന്യൂമറേറ്ററിൽ എന്താണ്? ന്യൂമറേറ്ററിൽ ഒരു പൈ ഉണ്ട്. ന്യൂമറേറ്ററിൽ പൈ. then 1 minus e raised to is pi 1 minus e raised to is pi. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താ എഴുതാം? 1 minus e raised to minus is by the whole square. ഇത് രണ്ട് സെയിം ആണ്. 1 minus e raised to minus is by 1 minus e raised to minus is by a minus b into a minus b whole square. ഡിനോമിനേറ്ററിൽ എന്തുണ്ട് നോക്കിയേ? ഡിനോമിനേറ്ററിൽ is into is into is എന്ന് പറഞ്ഞാൽ എന്താണ്? i square s square എന്ന് പറഞ്ഞാൽ എന്താണ്? minus s square minus s square minus s. that is equal to നമുക്ക് ഈ മൈനസ് ഇവിടെ വരുമ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമോ കൺക്ലൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് പൈ ഡിവൈഡഡ് ബൈ ഈ മൈനസ് അവിടെ എടുത്തു മൈനസ് പൈ ബൈ 4 root 2pi 4 root 2pi 4 root 2pi into s square ഇവിടെ ന്യൂമറേറ്ററിൽ പിന്നെ എന്താണുള്ളത്?
1 minus e raised to minus e raised to is by the whole square. നമുക്ക് അവസാനം കിട്ടിയ ആൻസർ എന്താണ്? -pi/4√2pi square into 1 minus e raised to minus is by the whole square എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതെന്താണ് ആൻസർ? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി കൺവല്യൂഷൻ ഓഫ് f of x and g of x. f of x ന്റെയും g of x ന്റെയും ഫോറിയർ കൺവല്യൂഷൻ അല്ലെ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി കൺവല്യൂഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് f of x and g of x. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് f of x and g of x കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം f of x ന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, രണ്ടാമത് g of x ന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഈ രണ്ട് ഫോറിയർ ട്രാൻസ്ഫോമും കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? √2π ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി കൺവല്യൂഷൻ ഓഫ് f of x and g of x. ഇത് നമ്മൾ ആദ്യം നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം f of x ഇത് കിട്ടി, അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോം g of x നമ്മുടെ കിട്ടി. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി കൺവല്യൂഷൻ ഓഫ് f of x and g of x ന്റെ ആൻസർ എന്താണ്? -pi/4 into √2pi into s square. ന്യൂമറേറ്ററിൽ എന്താണ്? 1 minus e raised to minus s by the whole square. ഈ ഇടയ്ക്ക് കൺവല്യൂഷൻ തിയറം ഈ ഇടയ്ക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കൺവല്യൂഷൻ ഓഫ് f of x and g of x കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. ഈയിടെ നമ്മുടെ സിലബസിലേക്ക് ആഡ് ചെയ്ത് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഒന്നുമില്ല, f of x ന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, g of x ന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, അതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് √2π കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇത് കിട്ടും ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് f of x and g of x. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.